2026 കടക്കുമ്പോൾ ഇന്ത്യയുടെ അയൽവാസികളുടെ ഏറ്റവും വലിയ ത്രട്ട് ചിക്കൻ നെക്കും ബംഗ്ലാദേശുമാണ്. അല്ല, ഇന്തോ പാകിസ്ഥാൻ അറ്റൻഷൻ അവിടുന്ന് മുഴുവൻ ഇങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ ഡിഫൻസിൻ്റെ സിസ്റ്റം, ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി, ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന ബംഗ്ലാദേശിലുണ്ടായേക്കുന്ന വികാരം, അതായത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ഇന്ത്യക്കെതിരെയാണ്. ആരൊക്കെ ഇന്ത്യക്കെതിരെ പറയുന്നു അവർക്കായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അജണ്ടയും വെച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വരാൻ പോകുന്ന ഗവൺമെൻറ്. അപ്പം ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ രീതിയിൽ ഇന്ത്യ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സഹായിക്കാൻ ആരുമില്ല, ഇൻക്ലൂഡിങ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ചൈനയുമില്ല, ചൈനീസ് ആ സാധനവുമില്ല, മറ്റുള്ള രാജ്യങ്ങളുമില്ല. ഈ ഒരു സന്ദർഭത്തിൽ കൂടാണ് ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട ആസാം ചീഫ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. അതായത് നമ്മൾ വല്ലാതെ രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും, ചെറുതല്ല. കാരണം അവിടെയുള്ള പബ്ലിക്, അതായത് സിവിലിയൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് അനുകൂലമല്ല, അവർ ബംഗ്ലാദേശിന് അനുകൂലമാണ്. ആ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ MLA പറഞ്ഞ കാര്യം കേൾക്കുക. പുതിയതായിട്ട് സ്ഥാപിച്ച അവിടുത്തെ മിലിറ്ററി കന്റോൺമെൻറ്റ്, അതിൻ്റെ ആവശ്യമില്ല, എടുത്തു മാറ്റാൻ അയാൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ആസാമിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള, അതേപോലെ തന്നെ സിലിഗുഡി, അതേപോലെ തന്നെ മുർഷിദാബാദ്, അവർ മുഴുവൻ ഇന്ത്യക്കെതിരായി എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതാണ് സ്ഥിതി. ഇനി മനസ്സിലാക്കുക, അതായത് ഞാൻ ഈ പറയുന്നത് ഒരു വാറിലോട്ട് പോകാനും കോൺഫ്ലിക്റ്റിൽ പോകാൻ വേണ്ടിയല്ല. ഇവിടെയാണ് എക്സാക്റ്റ് ആയിട്ട് ഡിപ്ലോമസി വർക്ക് ചെയ്യേണ്ടത്. ഇന്ത്യക്കാരൻ്റെ നാഷണൽ സെക്യൂരിറ്റി, ഇന്ത്യയുടെ മേഖലകൾ തടയാതിരിക്കാനും, നമ്മുടെ 7ഓളം സിസ്റ്റർ സ്റ്റേറ്റുകൾ, അതിൻ്റെ സെക്യൂരിറ്റിയും ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രാധാന്യമാണ്. ആ പ്രാധാന്യം നമ്പർ 1 പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫർദറായിട്ട് നോക്കി കാണേണ്ടത്.